ഒടുവിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ പറയുന്നത് നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഒരു രാജ്യത്തിനോടൊപ്പവും ഇന്ത്യ നിൽക്കുന്നില്ല. നിഷ്പക്ഷമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഇസ്രായേലിൽ പോയപ്പോൾ മോദി എന്തായാലും അറിഞ്ഞിരിക്കില്ലേ ഈ യുദ്ധമുണ്ടാകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് കുറെ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഇപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെ കാണാം ഇതിനെ? ഇന്ത്യ ഇതുവരെ പറയാത്തോണം രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് ലോകം മൊത്തവും അല്ലെങ്കിൽ അന്ന് രേഖാമൂലമുള്ള, രാജ്യസഭ എന്ന് പറഞ്ഞാൽ രേഖാമൂലമുള്ള ഒരു പ്രസ്താവന. അതല്ലാതെ ട്രംപ് രാവിലെ എണീറ്റ് യുദ്ധം നിർത്തി ഉച്ചയ്ക്ക് യുദ്ധം വീണ്ടും ഉണ്ട് അല്ലെങ്കിൽ വൈകിട്ട് പ്രശ്നമില്ലെന്നൊന്നും പറയുന്നത് പോലെയല്ല. ഔദ്യോഗികമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 3 രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കും പ്രധാനപ്പെട്ടതാണ്, ലോകത്തും പ്രധാനപ്പെട്ടതാണ്. ഊർജ സ്രോതസ്സുകളെ ആക്രമിക്കുന്നതിനകത്ത് നമ്മൾക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് UAE ഉൾപ്പെടെയുള്ള രാജ്യം. ഇപ്പോൾ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഈ അതിൻ്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ഇത് ഇറാനിലും ആ ഊർജ സ്രോതസ്സുകളെ പവർ പ്ലാന്റുകളെയും ആക്രമിക്കുന്ന രീതിയിലേക്കാണല്ലോ യുദ്ധം വന്നത്. ഏറ്റവും അവസാനത്തെ താക്കീത് ഒരുപക്ഷെ 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിയിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നതിന് മുമ്പ് 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്കിൽ കൂടി യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത ഒരവസ്ഥ വന്നാൽ പവർ പ്ലാന്റുകളെ, അതും പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകളിൽ നിന്ന് ആക്രമണം തുടങ്ങും, മൊത്തവും ആക്രമിച്ചിരിക്കും. ഇത് അവസാന താക്കീതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ പുള്ളിക്കറിയാം 48 മണിക്കൂർ കഴിഞ്ഞാലും ഇറാൻ ഇത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആ നാണക്കേട് മറച്ചു വയ്ക്കാനാണ് 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിയിരിക്കുന്നു എന്ന് പുള്ളി ചർച്ച നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇറാൻ പറഞ്ഞ ചർച്ചയൊന്നുമില്ല, യുദ്ധം നിർത്തുന്നത് നിങ്ങൾ തീരുമാനിച്ചാൽ നിർത്തി, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക്, അതായത് ഏതാണ്ട് ലോകം നമ്മൾ മുമ്പേ ചർച്ച ചെയ്തതുപോലെ പ്രതിസന്ധിയിലേക്ക്, അതായത് അടച്ചിടലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇറാൻ യുദ്ധത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. അമേരിക്കയെ സാമ്പത്തികമായിട്ട് തകർത്തിരിക്കുന്നു. അതായത് പെട്രോൾ ഡോളറിനെ ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം കൊണ്ടുപോകുന്നു. ആ രീതിയിലേക്ക് അത് അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നമുണ്ടാകും. എന്തിനീ യുദ്ധം? ഒരു ദിവസം യുദ്ധത്തിനകത്ത് ഈ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എങ്ങും എത്താത്ത രീതിയിൽ യുദ്ധത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഈ യുദ്ധം തുടങ്ങിയത് കൊണ്ട് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തവും പ്രശ്നമാകുന്നത്, അതായത് ലോകം തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ ചലനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ വർത്തമാനം വരുമ്പോഴാണ് ആ വർത്തമാനത്തിന്റെ കൂടെ ഒരു കാര്യം കൂടി വന്നിരുന്നു. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരുത്തിന് സാധിക്കുമെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രം, ഇന്ത്യ ഇടപെടണം. GCC രാജ്യങ്ങൾ പറഞ്ഞു ഇന്ത്യ ഇടപെടണം. അതുപോലെ ഇറാൻ പറയുന്നു ഇന്ത്യ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. ഇസ്രായേലിൻ്റെ അകത്തും ഒരു പക്ഷേ അമേരിക്കയുടെ തലവൻ, അതായത് ട്രംപ് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ആയിട്ട് ഒരു കരാർ വെച്ച്, നിബന്ധന വെച്ച്, കാര്യങ്ങൾ പറഞ്ഞ് ധാരണയിലാക്കി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ കേൾക്കാൻ, ലോകത്താര് പറഞ്ഞാലും കേൾക്കാത്ത, അല്ലെങ്കിൽ അമേരിക്കയുടെ കക്ഷിയാണ്, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത്, മറ്റു പലതുമാണ് എന്നുള്ളതൊക്കെ വരുമ്പം അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ ചതിയൻ രാജ്യം കൂടെ നിൽക്കത്തില്ല. കാരണം അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്, അമേരിക്കയുടെ ആയുധത്തിൻ്റെ നിർമ്മാണം, അമേരിക്കയുടെ ആയുധങ്ങളുടെ ടെക്നോളജി, ഇതെല്ലാം ജൂതന്മാരുടെ കസ്റ്റഡിയിലാണല്ലോ. അതുകൊണ്ടായിരിക്കും. അപ്പം അതിനപ്പുറം ഇന്ത്യ പറഞ്ഞാൽ, യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം ഇവിടെ പോയി ഇറങ്ങി, അദ്ദേഹം കയറി തിരിച്ചിവിടെ വന്നതിന് ശേഷം യുദ്ധം തുടങ്ങുന്നത്. അപ്പം അന്ന് പറഞ്ഞു ഈ പറയുന്ന പ്രോക്സികളെ അംഗീകരിക്കാൻ പറ്റത്തില്ല, ഹമാസിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു യുദ്ധം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്തത് ഇന്ത്യയാണ്. അതിനുശേഷം അദ്ദേഹം യുദ്ധം തുടങ്ങിയത്. ലോകം മൊത്തം യുദ്ധം തുടങ്ങുന്നതിന് എഗൻസ്റ്റ് ആയിരുന്നല്ലോ. അതിനു മുമ്പ് പാലസ്തീൻ്റെ വിഷയം വെച്ചിട്ട് നാറ്റോ രാജ്യങ്ങളും ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹിബിൻ്റെ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാലസ്തീൻ്റെ ഭാഗമായിട്ട്, ഫ്രാൻസ് ഉൾപ്പെടെ പാലസ്തീൻ്റെ ഭാഗമായിട്ട് നിന്നില്ല. ആ സ്ഥാനത്താണ് ലോകം ഉറ്റുനോക്കുന്ന, ലോകത്തെ ഈ 1, 2, 3 എന്ന് പറയുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ അമേരിക്ക, റഷ്യ, ഒരുപക്ഷെ ചൈന, അത് കഴിഞ്ഞിട്ട് വരുന്ന രാജ്യമായിട്ട് ഇന്ത്യ വരുന്നത്. ഇതിനപ്പുറം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ലോകത്തിന്, അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിന്, ഇന്ത്യയുടെ നിലപാടിന്, നമ്മുടെ നയതന്ത്രത്തിനൊക്കെ പ്രധാനമുള്ളപ്പോഴാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇത് തീരും.
തീർന്നേ ഒക്കൂ, തീരേണ്ടതായിട്ടുണ്ട്. നമ്മളെ മുന്നോട്ടുള്ള പോക്കിനെ ഇത് ബാധിക്കും. നമ്മളെ ബാധിച്ചു തുടങ്ങിയോണ്ടാണ് GCC രാജ്യങ്ങൾക്കകത്തിപ്പം, അതുപോലെ ഹോർമുസ് കുടുക്കിന്റെ വിഷയത്തിനകത്ത്, ഇറാന്റെ പ്രശ്നത്തിനകത്താണ്, ഇറാന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇറാനകത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ പോർട്ടിനെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെയുള്ള ഒരു ആക്രമണം. കാരണം അമേരിക്കയ്ക്ക് ഇറാനകത്തെ ആണവായുധത്തിനപ്പുറം പല അജണ്ടകളുമുണ്ട്. ഒന്ന് ചൈനയെ തീർക്കണം, അതിൻ്റെ കൂടെ ഇന്ത്യയെ തീർക്കണം. അതിനകത്ത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നയതന്ത്രവും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ തകർത്താലേ നമ്മളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘ്നമുണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആ രീതിയിലേക്ക് യുദ്ധം ബാധിക്കുന്ന ഒരവസ്ഥ വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം തീരുന്നതിന് അല്ലെങ്കിൽ ലോകം ആഗ്രഹിക്കുമ്പോൾ പരസ്യമായിട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും ഈ പറയുന്ന ഇസ്രായേലുമായിട്ടും സംസാരിച്ചിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തടയുന്നത് അനുവദിക്കുന്ന ഒരവസ്ഥയില്ല. അത് ഇറാനാണ് തടഞ്ഞത്. ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അതങ്ങനെ തടഞ്ഞു വെക്കുന്ന കാര്യം അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും അത് GCC രാജ്യങ്ങളുടെ ഊർജ സ്രോതസ്സുകളെ ആക്രമിക്കുന്ന കാര്യം അനുവദിക്കുന്നതല്ല. ഇതെന്ന് പറഞ്ഞാൽ പറയുന്നതിനകത്ത് ചുമ്മാതെ പറയുന്ന ഒരു തലയാട്ടലിന് പോലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നയതന്ത്രത്തിനകത്ത് കാര്യമുണ്ടെന്ന് പറയുമ്പോൾ ലോകത്തിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന പോയിന്റുകൾ യുദ്ധത്തിന്റെ കെയർ ഓഫിലാണേലും അനുവദിക്കാൻ പറ്റത്തില്ല, അത് നിർത്തിയേ മതിയാകത്തുള്ളൂ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ചർച്ചയുണ്ട്. ഈ ചർച്ച ഇന്ന് പരസ്യമായിട്ട് പ്രധാനമന്ത്രി പറയുന്നതിനപ്പുറം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ജയശങ്കർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ സംസാരിക്കാൻ ഏൽപ്പിക്കുന്ന ആളാണ് ജയശങ്കർ. പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നതിന് 100 ഇരട്ടി വലിപ്പത്തിൽ ആ കാര്യം അവതരിപ്പിച്ച് ആ കാര്യം നടത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ആളാണ് ഇന്ത്യ വിദേശകാര്യം. ഇറാനുമായിട്ട് സംസാരിച്ചു, അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് സംസാരിച്ചു, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചു, മറ്റു പല രാജ്യങ്ങൾ അഫ്ഗാനുമായിട്ട് വളരെ സംസാരിച്ചു. ഏതായാലും ഇന്ത്യ ഇടപെട്ട് യുദ്ധം തീരുന്നു എന്നുള്ളൊരു വാർത്തയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് വേണം ഇന്നത്തെ രാജ്യസഭയിലെ പ്രസ്താവനയിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പറച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്, നമ്മൾ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ഡിപ്ലോമസി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ പോവുക. കാരണം നമുക്ക് എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പം അമേരിക്കയായിട്ട് നമുക്ക് നല്ല വ്യാപാര ബന്ധമാണ്, ഇസ്രായേലുമായിട്ട് നമുക്കൊരു ആയുധ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇറാനുമായിട്ട് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കച്ചവടം അങ്ങനെയുള്ള ഇടപാടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ പോകണം. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം അമേരിക്കയുടെ മുന്നിൽ പാദസേവകരായി കഴിയുകയാണെന്ന് പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണമുണ്ട്. അതായത് അമേരിക്ക പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഗ്യാസും ഓയിലും ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തത് പറയുന്നത് വലിയ വിമർശനം. എന്നിട്ടും നമ്മൾ ഇതുവരെ യാതൊന്നും പ്രതികരിച്ചില്ല. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രതിപക്ഷത്തിനുള്ള മറുപടി എന്നതിനപ്പുറത്തേക്ക് ലോക രാജ്യങ്ങളോട് ഇന്ത്യക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇത് ലോകത്തിനോടുള്ള പറച്ചിലാണ്. കാരണം ഇപ്പോൾ ബ്രിക്സിന്റെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യയാണ്. അതായത് നിലവിൽ നാറ്റോ രാജ്യങ്ങൾ കംപ്ലീറ്റ് അമേരിക്കയിൽ നിന്നകന്നു. ഇപ്പുറത്തുള്ള GCC രാജ്യങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് USSന്റെ ആ പട്ടം പൊട്ടിപ്പോയി, ഇനി അത് നിലനിൽക്കില്ല. പിന്നെ അപ്പുറത്തേക്കുള്ളത് അമേരിക്ക ഇല്ലാത്ത ഗ്രൂപ്പ്, അതാണ് ബ്രിക്സ്. ഈ ബ്രിക്സിൽ ഇന്ത്യയെ കൂടാതെ ഉള്ളത് റഷ്യയും ചൈനയുമാണ്. റഷ്യയും ചൈനയും ഔദ്യോഗികമായി തന്നെ ഇറാന്റെ കൂടെ നിൽക്കുന്ന രാജ്യമാണ്. പിന്നീടുള്ള സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഉൾപ്പെടെയുള്ള 30ഓളം ബ്രിക്സിലെ അംഗങ്ങളുണ്ട്. അവർക്കെല്ലാം തന്നെ ഇന്ത്യൻ വാക്യം എന്താണ്, ഇന്ത്യ പറയുന്നത് എന്താണെന്ന് അറിയണം. കാരണം ഈ ജപ്പാൻ ഉൾപ്പെടെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ധനമില്ലാതെ അതുപോലെ തന്നെ LNG ഇല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുക. ആ സമയത്ത് ഇന്ത്യ എടുക്കുന്ന നിലപാടെന്തോ അതിനനുസരിച്ച് ബ്രിക്സ് നിൽക്കും. ഇപ്പോൾ ചൈന തന്നെ നേരത്തെ എടുത്ത നിലപാടെന്താ, യുവാനിലാണ് ഞങ്ങൾ അവിടുന്ന് ഡീസൽ മേടിക്കുന്നത് അല്ലെങ്കിൽ പെട്രോൾ മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരം ഇനി ഈ യുവാനിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പെട്രോൾ ഡീസൽ എന്ന് പറയുന്ന ആ പെട്രോൾ ഡോളർ എന്ന് പറയുന്ന സമ്പ്രദായത്തെ പൊളിച്ചെഴുതുക എന്നുള്ള, ഈ പൊളിച്ചെഴുതുമ്പോൾ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. അപ്പോൾ ഇന്ത്യൻ നിലപാട് എന്താണെന്ന് ലോക രാജ്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ പാർലമെന്റിലാണ് പറയുന്നതെങ്കിലും ലോക രാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതാണ് നിലപാടെടുത്തത്, അല്ലെങ്കിൽ ബ്രിക്സിന്റെ തലപ്പത്തുള്ള രാജ്യം ഈ നിലപാടിലേക്ക് പോകുന്നു. ഈ പറച്ചിൽ എന്താണ്? അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഒരു കാരണവശാലും ഇറാന്റെ സ്വേച്ഛാധിപത്യം അംഗീകരിക്കില്ല. നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മുടെ കപ്പലിലൊക്കെ വിട്ടുതരും. എന്നിരുന്നാലും ഇറാൻ എല്ലാ രാജ്യങ്ങളോടും വിലപേശാറുണ്ട്. ഇപ്പം ഇറാന്റെ 2 കപ്പൽ ഇന്ത്യയിൽ വന്നപ്പോൾ അന്ന് ഇറാൻ വിലപേശിരുന്നു, ഞങ്ങളുടെ 2 കപ്പൽ എളുപ്പം വിട്ടുതരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പലൊന്നും വിട്ടുതരില്ല എന്ന് പറഞ്ഞു. അന്ന് മോദി പറഞ്ഞു അങ്ങനെയുള്ള വിലപേശമൊന്നും വേണ്ട, നിങ്ങളുടെ കപ്പൽ ഒരെണ്ണം കൊച്ചി വന്ന് കിടക്കുവാണ്. അന്നാണ് ആ കൊച്ചിയിലെ ആ കപ്പലിനെ അതിൻ്റെ നാവികരെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് വെച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിലപേശൽ വേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ മാത്രമല്ല
പാകിസ്ഥാനെതിരായിട്ടുള്ള നമ്മുടെ തന്ത്രം നമ്മൾ യുദ്ധം ചെയ്യുകയായിരുന്നു, നയതന്ത്രം അവിടെ കാണിച്ചു. അതുകൊണ്ട് ഇത്തരം തന്ത്രങ്ങളൊന്നും നമ്മളോട് ഫലിക്കില്ലെന്നും ഇറാൻ അറിയാം. ഇവിടെ റഷ്യയും ചൈനയും പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബ്രിക്സിന്റെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യ ഒരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷനിലൂടെ റഷ്യയും ചൈനയും നിൽക്കും. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത്രയും ദൃഢമാണ്. പാകിസ്ഥാനെ തള്ളാൻ വേണ്ടി ചൈനയെ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുരാജ്യം എന്ന നിലയിൽ ചൈനയെ നിൽക്കുന്നു. അപ്പോൾ ബ്രിക്സിൽ ഉള്ള കൂട്ടായ്മ ഇന്ന തീരുമാനമെടുത്തു. അതിൻ്റെ തലപ്പത്തുള്ള രാജ്യം പറയുകയാണ്, ഞങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും ഹോർമൂസിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതത്തെ തടയാൻ ഇറാൻ അനുവദിക്കില്ല. ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെതിരായിട്ടൊരു വിലക്ക് വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു കപ്പലിനെയും തടയുന്നില്ല, പകരം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ശത്രുരാജ്യത്തൂടെ പോകുന്ന അല്ലെ അവരുടെ കപ്പലുകളെ ഒന്ന് നിയന്ത്രിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ പറയാൻ പറ്റൂ. കാരണം ഇന്റർനാഷണൽ വാട്ടർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തും അതിലൂടെ കപ്പലൊക്കെ ഉണ്ടാവും. ഇവിടെ എന്താ പ്രശ്നം പറ്റുന്നത്? ഇറാന്റെ സമീപത്തു കൂടിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് പോകുന്നത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ടല്ലേ ഇവർക്ക് ആധിപത്യം. ഇറാന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മലകളും പീഠഭൂമികളും ഒക്കെ തുറന്നാൽ അതിൻ്റെ അടിയിലൂടെ മിസൈലുകൾ കടലിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ താഴെക്കൂടെ വരുന്ന മിസൈലുകളോ മൈനുകളോ ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കാം. അതാണ് ഇന്ത്യ പറയുന്നത്. അത്തരം നിലപാട് സ്വീകരിക്കരുത്. അതിനെതിരെ ശക്തമായ ഒരു ചർച്ചകൾ വേണം. ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടുത്തെ അബ്ബാസ് അരഗാച്ചിയും ഈ വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ നേരത്തെ ചർച്ച നടത്തിയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടമായിട്ട് അവിടുത്തെ സ്പീക്കറുമായിട്ട് ചർച്ച നടത്തി. ഇതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ലോകം ഉറ്റുന്നത്. കാരണം റഷ്യ ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യമാണ്. അവരാണ് ഇനി ഈ യുദ്ധം തീരണോ വേണ്ടോ തീരുമാനിക്കുന്നത്. കാരണം ഇസ്രയേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയെ റഷ്യ അപലപിച്ചിട്ട് പറഞ്ഞത് ഇപ്പോൾ പുറത്തു വരുന്ന പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു എന്ന് ക്രെംലിൻ വക്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു സ്ഥിതിക്ക് റഷ്യ ഇതിനകത്ത് ഡയറക്റ്റ് ഇടപെടില്ല. ചൈനയ്ക്കാണ് ഇതിൻ്റെ ഓയിലിൻ്റെ നേട്ടം എല്ലായ്പ്പോഴും കിട്ടുന്നതുകൊണ്ട് ചൈനയൊന്നും മിണ്ടില്ല, പകരം ആയുധം കൊടുക്കും. പിന്നെ അടുത്ത രാജ്യം ഏതാ? ഇന്ത്യയാണ്. അപ്പോൾ അമേരിക്ക ലോകത്തെ വൻകിട ശക്തി, അവർ യുദ്ധത്തിൽ എൻഗേജ്ഡ് ആണ്. റഷ്യയും ചൈനയും എൻഗേജ്ഡ് അല്ല. പിന്നെ ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ വലിയ തോതിൽ അശാന്തി പടരുന്നു. അത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഒരു യുദ്ധം തുടങ്ങി വെച്ച ട്രംപിന് അതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ഡയറക്റ്റായിട്ട് മോദി പറഞ്ഞില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് യുദ്ധത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കും? വലിയ തോതിലുള്ള ക്ഷാമം, അത് പെട്രോളിൻ്റെ, എണ്ണയുടെ, ഗ്യാസിൻ്റെ, അതുപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ, വളത്തിൻ്റെ എല്ലാം കാര്യത്തിലുണ്ടാവും. അതിനൊക്കെ പരിഹാരം കാണണം. ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ മോദി പറഞ്ഞത്. അപ്പോൾ മോദിയുടെ വാക്കുകൾക്ക് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വീകാര്യത ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും ഇനി ചർച്ചകളുടെ ഗതി എന്ന് പറഞ്ഞാൽ തെറ്റു പറയാനും പറ്റില്ല. എന്തായാലും ഇന്ത്യ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. യുദ്ധത്തിന്റെ പോക്കിനി എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.